ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലത്തെ രാജ്യസ്നേഹത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എല്ലാ ഇന്ത്യക്കാരന്റെ ഹൃദയത്തിലും ഒരു ആവേശം പടർന്നു പിടിക്കുകയാണ്. നമ്മുടെ സ്വന്തം രാജ്യം, നമ്മുടെ സ്വന്തം നിയമങ്ങൾ എന്നൊക്കെ എല്ലാവരും സ്വപ്നം കാണുകയും അവരെല്ലാവരും ഒരുമിച്ച് കൂടാൻ തുടങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ സംസ്കാരങ്ങളും മറ്റും സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഈ ഒരു ആവേശമായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലത്തെ രാജ്യസ്നേഹത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. സ്നേഹം വളർത്തുന്നതിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വളരെയധികം പോകുന്നുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഗാന്ധിജി, നെഹ്റു, പട്ടേൽ പോലത്തെ പ്രമുഖ നേതാക്കന്മാർ അന്ന് ജനങ്ങളിൽ ദേശഭക്തി നിറച്ചു. സ്വാതന്ത്ര്യ സമരത്തിലെ അനുഭവങ്ങളും സ്നേഹവും ആയി വാക്കിലും പ്രവർത്തികളുമായി അവർ ജനങ്ങൾക്ക് പകർന്നു നൽകി. മാത്രമല്ല രാജ്യസ്നേഹത്തിൽ പങ്കുവച്ചിരുന്നു. നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ വരെ അതിൽ നന്നായി സ്വാധീനിച്ചിരുന്നു. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെക്കുറിച്ച് അറിവ് നൽകി. നമ്മുടെ സംസ്കാരത്തെയും സാമൂഹ്യ പരിഷ്കരണത്തെയും സംരക്ഷിക്കാനായി ജനങ്ങൾ പ്രവർത്തിച്ചു. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളായ റെയിൽവേ, റോഡുകൾ, ഡാം, പാലം തുടങ്ങിയ പ്രവർത്തനങ്ങളിലെല്ലാം ജനങ്ങൾ സജീവമായി പങ്കെടുത്തു. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ആ കാലഘട്ടത്തില്, ആ തുടക്ക കാലഘട്ടത്തില് എല്ലാവരും ഒത്തൊരുമയോടുകൂടെ പ്രവർത്തിക്കുകയും എല്ലാവരുടെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം നന്നായിട്ട് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാലം മാറിയപ്പോൾ രാജ്യസ്നേഹത്തെ കുറിച്ചുള്ള ആളുകളുടെ കാഴ്ചപ്പാട് ആകെ മാറിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ ആദ്യമൊക്കെ വികസനത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ പിന്നീട് അത് ലക്ഷ്യം വെച്ചിരുന്നത് അധികാരത്തിന് മേലായിരുന്നു. ആ കാലഘട്ടത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും അസമത്വങ്ങളും ജനങ്ങളെ വല്ലാതെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ സാമൂഹിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ജാതി, മതം, വർഗം, വിവേചനം തുടങ്ങിയവ വളരെ ശക്തമായി. ഇന്നത്തെ കാലത്ത് രാജ്യസ്നേഹം പല രൂപത്തിലാണ് പ്രകടമാകുന്നത്. ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ രാജ്യസ്നേഹം പ്രചരിപ്പിക്കുന്ന ജനങ്ങൾ അനവധിയാണ്. തുടങ്ങി ഹോക്കി, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ സ്പോർട്സുകളിൽ ഇന്ത്യൻ ടീം ജയിക്കുമ്പോൾ അതിലും ആവേശത്തോടെ അവർ സ്വീകരിക്കുന്ന ജനങ്ങളും രാജ്യസ്നേഹികൾക്ക് ഉദാഹരണമാണ്. തുടങ്ങി കാർഗിൽ പോലുള്ള യുദ്ധങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ ജവാന്മാർ ജയിച്ചപ്പോഴും നമ്മുടെ ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും ആ ഒരു ആകാംക്ഷ നാം കാണുന്നില്ല.